ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമ്മളെയൊക്കെ കൃപ തരുന്നല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങിയല്ലോ. ആദ്യം ഇൻട്രഡക്ഷൻ മാത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എഫെസോസിലെ വിശുദ്ധന്മാർക്കും വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ സെയിൻസ്, അതുപോലെ തന്നെ വിശ്വാസികളെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും അത് അവിടെ ഫെയ്ത്ത്ഫുൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫെയ്ത്ത്ഫുൾ സെയിൻസിന് വേണ്ടി എഴുതുന്നതാണ്. പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. എഫെസോസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടർക്കിയുടെ ഒരു ഭാഗമായിരുന്നു. അവിടെ 3 വർഷത്തോളം പൗലോസ് അപ്പോസ്തലൻ താമസിക്കുകയും അവരെ സുവിശേഷം അറിയിക്കുകയും അവരെ വചനം പഠിപ്പിക്കുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലന്റെ 2ാമത്തെ മിഷണറി യാത്രയിലായിരുന്നു ഈ സഭ രൂപപ്പെടുവാൻ ഇടയായത്. 3ാമത്തെ മിഷണറി യാത്രയിലാണ് താൻ അവിടെ പോയി 3 വർഷത്തോളം താമസിക്കുകയും അവരെ വചനം പഠിപ്പിക്കുകയും ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ പറയാം, ആദ്യത്തെ എഫെസോസ് സഭയുടെ ആദ്യത്തെ പാസ്റ്റർ ആയിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്നുള്ളത്. നമ്മൾ ഓരോ ലേഖനങ്ങളും നമ്മൾ വായിക്കുന്നത് സിറ്റുവേഷനിലാണ്. പക്ഷെ ഇതിന് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും കാണുന്നില്ല. അവരെ വഴക്ക് പറയുകയോ അവരെ എന്തെങ്കിലും കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല. പക്ഷെ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. പൗലോസ് അപ്പോസ്തലൻ റോമയിലെ കാരാഗൃഹത്തിൽ ആയിരുന്ന സമയത്ത് എഴുതിയതാണ്. താൻ ക്രിസ്തുവിന്റെ നമ്മുടെ രക്ഷയുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത ലേഖനമായിരുന്നു. തിഹിക്കോസിന്റെ കയ്യിലായിരുന്നു കൊടുത്ത് അയച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇതിന്റെ ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന യവനനും ആ ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി തീരുക, ഏക ശരീരസ്ഥരായി തീരുക എന്ന ആ ഒരു തീരുന്നു എന്ന പ്രമേയമാണ്. ക്രിസ്തു തലയും സഭ ക്രിസ്തുവിന്റെ ശരീരവുമാകുന്നു. ആ ശരീരത്തിന്റെ ഭാഗം വിശ്വസിക്കുന്ന യഹൂദനും യവനനും ഒരുപോലെ ഭാഗമായി തീരുന്നു എന്ന ആ രീതിയിലാണ്. അല്ലെങ്കിൽ ജാതികളും അതുപോലെ നാമും ക്രിസ്തുവിൽ വിശ്വസിപ്പാനും ആ സഭയുടെ ഭാഗമായി തീരുവാനും ദൈവം നമുക്ക് കൃപ തന്നു. 1-ാം അധ്യായത്തില് 1 മുതൽ 3 വരെ അധ്യായങ്ങളിൽ പറയുന്ന ഉപദേശ വിഷയങ്ങളാണ്. ക്രിസ്തുവിൽ നാം ആരായിരിക്കണം എന്ന് പറയുന്നു. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ സഭ, നാം ക്രിസ്തുവിൽ എങ്ങനെയായിരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരും. ആദ്യത്തത് ബിലീഫ് ആണെങ്കിൽ, 2ാമത്തത് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഡ്യൂട്ടി, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രയോജനപ്പെടുന്നു എന്നതാണ് പറയുന്നത്. ആദ്യത്തെ 3 അധ്യായം ഡോക്ട്രിൻസ്, 2ാമത്തെ 4 മുതൽ 6 വരെയുള്ള അധ്യായം നമ്മളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതാണ് എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് നാം ക്രിസ്തുവിൽ ആരായിരിക്കുന്നു എന്ന അവസ്ഥ. ഇൻ ക്രൈസ്റ്റ് എന്ന പദമാണ് നാം അവിടെ കണ്ടത്. അനേക പ്രാവശ്യം ഈ അധ്യായത്തില് ഈ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കർത്താവുമായി ആയിച്ചേരുന്ന അവസ്ഥ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞ നാം അവനിൽ വസിക്കുന്ന അവസ്ഥ, നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കുന്ന അവസ്ഥയാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ആ ക്രിസ്തുവിലായിരിക്കുന്ന അവസ്ഥ, നമ്മയൊക്കെയും ദൈവം ക്രിസ്തുവിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ എഫേസ്യ ലേഖനത്തെ ക്യൂൻ ഓഫ് ദി എപ്പിസിൽസ് എന്നാണ് പറയുന്നത്. ലേഖനങ്ങളുടെ റാണി എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മള് എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ വാച്ച്മാൻ നീ എന്ന് പറയുന്ന ഒരു ചൈനീസ് പ്രീച്ചർ ഉണ്ടായിരുന്നു, ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിറ്റ് വാക്ക് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എഫേസ്യ ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ദൈവം ഓൾറെഡി സ്വർഗസ്ഥലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം.
നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നാം ക്രിസ്തുവിൽ നമുക്കൊരു പദവി ദൈവം തന്നിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. നോക്കിയാൽ നാം സ്വർഗത്തിലാണോ ഇരിക്കുന്നത്? അല്ല, നാം ഭൂമിയിലാണെങ്കിലും ദൈവം നമ്മെ ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇനി സിറ്റ്, വാക്ക്. അപ്പൊ ആ സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗ സ്ഥലങ്ങളിലാണ് നമ്മെ ആ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിലും നാം ഭൂമിയിലായിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വോക്കായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. 4:1 കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിലെ ജീവിതം നാം സ്വർഗസ്ഥലങ്ങളിലാണ്, ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളുടെ വോക്കും അതിനനുസരിച്ചിട്ട് ആയിരിക്കണം. ഇനി സ്റ്റാൻഡ്, സിറ്റ്, വോക്ക്, സ്റ്റാൻഡ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുമ്പോൾ സ്റ്റാൻഡ് ഫേം എന്നാണ്. അത് നമുക്ക് പല പ്രതികൂലങ്ങളുമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു അന്ധകാര ശക്തികളുടെ പോരാട്ടങ്ങളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, എല്ലാം ഉണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ നാം സ്റ്റാൻഡ് ഫേം. 6:11 എഫെസ്യർ 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ഇംഗ്ലീഷിൽ പറയുന്ന സ്റ്റാൻഡ് ഫേം എന്ന്. അപ്പം നമ്മൾ എവിടെ ആയിരിക്കുന്നു? നമ്മെ വിസാറ്റ്, നമ്മൾ ആ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. നമ്മൾ ഭൂമിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കണം നാം നയിക്കണേ. അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ സ്റ്റാൻഡ് ഫേം, കർത്താവിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് പറയുന്നത്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് 1-ാമത്തെ വാക്യം ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടു. ആ വിശുദ്ധന്മാർക്ക്, വിശ്വാസികളുമായവർക്ക്, ഫെയ്ത്ത്ഫുൾ സെർവൻസിന് വേണ്ടി, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സെയിൻസിനാണ് ഇത് എഴുതുന്നത് എന്ന് നാം കണ്ടു. ഇനി അവരോട് ആ ഒരു അഭിവന്ദനമാണ്. 2-ാമത്തെ ഭാഗം, പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ എല്ലാ ലേഖനങ്ങളിലും ഈ ഒരു അഭിവാദനം ആദ്യം കാണാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് നാം എഴുതുന്നത് പോലെ അങ്ങനെയുള്ള ഒരു അഭിവാദനമല്ല. നമ്മൾ സാധാരണ ലെറ്റർ എഴുതുന്നത് പോലുള്ള ഒരു അഭിവാദനം ഒന്നുമല്ല, ഒരു ഇൻട്രൊഡക്ഷൻ അല്ല, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്യത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇനി നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും. അപ്പൊ നമ്മള് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആയ നാം ഓരോരുത്തർക്കും ദൈവമാര പിതാവാണ്. മറ്റ് എല്ലാ സൃഷ്ടികൾക്കും ദൈവം സൃഷ്ടിതാവ് ആയിരിക്കുമ്പോൾ, ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചു. പക്ഷേ ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടിയാകുമ്പോൾ ആദ്യം നാം ക്രിസ്തുവിലാകുന്നതിന് മുമ്പേ ദൈവമായിരുന്നു എങ്കിൽ ഇപ്പോൾ പിതാവും ദൈവവുമാണ്. ക്രിസ്തുവിലുള്ള എല്ലാവർക്കും ദൈവം പിതാവാണ്. പിതാവെന്ന് പറയുമ്പോൾ ഏതു സമയത്തും വിളിച്ചപേക്ഷിപ്പാൻ കഴിയും. നമ്മുടെ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം, പേരൻസും തമ്മിലുള്ള ബന്ധം ഏത് സമയത്തും ദൈവത്തിന്റെ ആ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് പിതാവ് എന്ന് പറയുന്നത്. ഏത് സമയത്ത് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ട്, 2 കൊരിന്ത്യർ 1-ാമത്തെ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്നതും ദൈവവും എന്നാ പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ കരുണാസമ്പന്നനായ ദൈവം എന്ന് 2-ാമത്തെ എഫെസ്യ ലേഖനം പറയുന്നുണ്ട്. നമ്മൾ ഗലാത്യ ലേഖനം പഠിച്ചു, അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രന്റെ ആത്മാവ്. അന്നത്തെ കാലത്ത്
മക്കൾ അപ്പനെ വിളിച്ചിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, അബ്ബ. ആ ഒരു ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ആ അവസ്ഥയാണ് ദൈവം. പണ്ട് നമുക്ക് ദൈവമായിരുന്നു, ആ ദൈവം ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടിയായപ്പോൾ നമുക്ക് പിതാവായി തീർന്നു. അപ്പൊ ആ പിതാവുമായിട്ട് നമുക്ക് നല്ലൊരു അടുപ്പമുണ്ട്, പിതാവുമായിട്ട് നമുക്ക് വലിയൊരു സമാധാനമുണ്ട്. ആ പിതാവിന്റെ അടുക്കലേക്ക് നമുക്ക് ഏത് സമയത്തും ചെല്ലുവാനുള്ള അവകാശമുണ്ട്. കാരണം നാം മക്കളാണ്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ പഠിച്ചാണ്. ഇനി കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും. അപ്പൊ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ നാമമാണ്, അല്ലെങ്കിൽ ഫുൾ നെയിമാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെയും നമുക്കുള്ളതിൻ്റെയും മേൽ സകല അധികാരവും ഉള്ളവൻ, പൂർണ്ണ അവകാശമുള്ളവൻ. കർത്താവിന് നമ്മുടെ മേലും നമ്മളുടെ എല്ലാത്തിന്റെ മേലും പൂർണ്ണ അവകാശമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്. നമ്മുടെ മേലും നമ്മൾക്കുള്ള സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, അവകാശമുള്ളവൻ എന്ന അർത്ഥമാണ് അവിടെ കർത്താവ് എന്ന് പറയുന്നത്. ഇനി യേശു എന്നാൽ രക്ഷിതാവ്. ഗബ്രിയ ദൂതൻ മറിയോട് പറയുന്നത്, അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ ഇടണം. അപ്പൊ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന, നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചവൻ, സേവ്യർ, ആ യേശു എന്ന പദം. അതുപോലെ തന്നെ ക്രിസ്തു എന്നാൽ മഷിഹ. മഷിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ആരാൽ നമ്മള് പഠിക്കുമ്പോഴേ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ ഒരാൾ അഭിഷേകം ചെയ്യത്തില്ലേ? ഇത് ആരാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവൻ, നമ്മളുടെ പാപങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ട മശിഹ. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് നമ്മുടെ സകലത്തിന് മേലും കർത്തൃത്വമുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. അതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് മശിഹ. ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ടൈറ്റിലും യേശു അല്ലെങ്കിൽ ജീസസ് എന്ന് പറയുന്ന പേരും ആണ്. ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പല ലേഖനങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃപയും സമാധാനവും എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് എപ്പോഴും ആവശ്യമായിരിക്കേണ്ട കാര്യമാണ്. കൃപ സമാധാനം നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും. കൃപ എന്നാൽ ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ഒരു സംഗതിയാണ്. ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുന്നത് കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാവുന്നു. അപ്പൊ കൃപയാലാണ് ഒരാൾ ദൈവത്തിങ്കിലേക്ക് വരുന്നത്. ആ ദൈവത്തിങ്കിലേക്ക് വന്ന് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ അനുദിനമായ ഓരോ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. കാരണം നാം ഇപ്പോഴും പാപനിബിഡമായ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് കൊണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നാം നഷ്ടപ്പെട്ടവരായിരുന്നു. ആ നഷ്ടപ്പെട്ടവരെ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ വീണ്ടെടുത്തു. വീണ്ടും ഈ പാപലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. നഷ്ടപ്പെട്ടവരായ നമ്മെ ദൈവത്തിന്റെ കൃപയാൽ വീണ്ടെടുത്തു. ഇനി വീണ്ടും നാം ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൃപ വേണം. അപ്പൊ നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ കൃപ വേണം. ഈ ലോകത്തിൽ നമുക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാം. പരീക്ഷകൻ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് നമുക്ക് കൃപ വേണം. അതുപോലെ ദുഃഖങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം. ഇതിന്റെയൊക്കെ നടുവിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം. അതുപോലെ തന്നെ സമാധാനം എന്ന് പറയുന്നത്
ആ ജീവിതത്തിൽ മാറി വരുന്ന എല്ലാ സാഹചര്യങ്ങളും മനസ്സു പതറാതെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന, ആ ഒരു സമാധാനത്തോടെ ഇരിക്കുന്ന, എന്താ പറയുക, ജീവിതത്തിൽ മാറി വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ശാന്തതയോടിരിക്കുന്ന ഒരു മനസ്സിന്റെ അനുഭവമാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. നാം സാധാരണ മനുഷ്യരെ പോലെ സമാധാനമില്ലാതിരിക്കാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, സമാധാനത്തോടു കൂടെ ഇരിക്കാൻ. നമ്മൾ ഫിലിപ്പിയ ലേഖനം 4:6-7 എങ്ങനെയാ പറയുന്നത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആ സകല ബുദ്ധിയെയും കവിയുന്ന, ബുദ്ധിക്ക് അതീതമായ ഒരു സമാധാനം ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. അത് ഈ ലോകം തരുന്ന സമാധാനമല്ല. നമ്മളുടെ മരുന്നുകൾക്കോ നമ്മുടെ സാഹചര്യങ്ങൾക്കോ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്കോ നമ്മുടെ ജീവിതത്തിൽ തരുവാൻ കഴിയുന്ന ഒരു സമാധാനമല്ല. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, ദൈവം തരുന്ന വലിയൊരു സമാധാനം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കല്ലോ, ദൈവമേ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം. പക്ഷെ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ആദ്യം ദൈവവുമായി ഒരു സമാധാനത്തിലാകണം. നാം പാപികളായിരുന്നപ്പോൾ ദൈവവുമായി ഒരു സമാധാനവും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് പീസ് വിത്ത് ഗോഡ്. എന്നാൽ നമുക്ക് പീസ് ഓഫ് ഗോഡ് ലഭിക്കും. അപ്പം ദൈവത്തിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ദൈവത്തോട് നമുക്ക് സമാധാനമുള്ളപ്പോൾ മാത്രമാണ്. അപ്പം ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ നോക്കണം, നമുക്ക് ദൈവവുമായി ഒരു സമാധാനത്തിൽ എത്തിച്ചേരുവാൻ ഇതുവരെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അതാണ് നമ്മുടെ ജീവിതത്തെ നാം തുലനം ചെയ്യേണ്ടത്. നാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരാണ്, നാം വിശ്വാസികൾ എന്ന് പറയുന്നവരാണ്, ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നവരാണ്. എങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ മറിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ, മാറി മാറി പോകാവുന്ന സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യം ഒരു പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അത് സാവധാനത്തിൽ ശാന്തതയിൽ ദൈവമാക്കി തരും. അങ്ങനെ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ നാം നോക്കുക, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടോ? ദൈവം ലോകത്തിൽ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നെങ്കിലും ദൈവ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ നാം ആദ്യം ദൈവവുമായി ഒരു അനുരഞ്ജനത്തിലെത്തിയാലേ ഒക്കൂ. അല്ലെങ്കിൽ ദൈവത്തിന് എല്ലാവരോടും കോപവും ക്രോധം മാത്രമേ ഉള്ളൂ. സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് ദൈവം എല്ലാം തരുമെങ്കിലും ദൈവത്തിന്റെ സമാധാനം നാം അനുഭവിക്കുന്നെങ്കിൽ ദൈവവുമായി സമാധാനത്തിൽ വന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ. അപ്പം ആ കൃപ ആദ്യം, അതിന്റെ ഒരു ഇതുണ്ടല്ലോ ഓർഡർ, കൃപ സമാധാനം. ആദ്യം കൃപ നമ്മോട് ഇടപെട്ടതിന് ശേഷം, എന്ന് പറഞ്ഞാൽ കൃപയാൽ നാം ദൈവത്തിങ്കലേക്ക് വന്നതിന് ശേഷം, കൃപയാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ദൈവവുമായി സമാധാനമുള്ളൂ. അപ്പൊ കൃപയും സമാധാനവും ഒന്നിച്ചു പോകുന്നതാണെങ്കിലും കൃപ നമ്മൾക്ക് ലഭിച്ചതിന് മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. എത്ര നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളാണെങ്കിലും കൃപയും സമാധാനം എന്ന് പറയുമെങ്കിൽ എത്ര അർത്ഥമുണ്ട് അതിന്. ദൈവമേ സമാധാനം തരണമേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ദൈവവുമായി ഒരു സമാധാനത്തിൽ എത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് മാത്രമേ ദൈവത്തിന്റെ സമാധാനം, ഈ കൃപയും സമാധാനവും ദൈവത്തിന്റെ കൃപയാലാണ്. അപ്പൊ കൃപ എന്ന് പറയുന്ന ക്യാരിസ് എന്ന പദമാണ്. ആ പദം ഒരു യവനായ, എന്താ പറയുന്ന, ഒരു ചുവയുള്ള ഒരു പദമാണ്. അതുപോലെ തന്നെ ശാലോം എന്ന് പറയുന്നതാണ് സമാധാനം എന്ന വാക്ക്. അത് ഹീബ്രു ആണെന്ന് നമുക്കറിയാം. നമ്മൾ എഫേസ്യ ലേഖനത്തിലെ ഇതിവൃത്തം നോക്കുകയാണെങ്കിൽ യഹൂദനും യവനനും ഒരേപോലെ ക്രിസ്തുവിന്റെ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ഇരിക്കും എന്നൊരവസ്ഥയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ കൃപയും സമാധാനവും എന്ന് പറയുമ്പോൾ ഒരു യവനപദവും അതുപോലെ തന്നെ ശാലോം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്ന ഒരു
ഹീബ്രു വാക്കും ആയതുകൊണ്ട് ഈ വാക്കുകളിൽ നമുക്ക് എഫേസ്യ ലേഖനത്തിന്റെ ഇതിവൃത്തം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം നമുക്കെല്ലാവർക്കും ക്രിസ്തുവിലേക്ക് വരുവാൻ ദൈവം കൃപ തന്നു. ആ കൃപയാൽ നാം എന്നും ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കാൻ നമുക്ക് ഇടയായി തീർന്നു. അപ്പം എഫേസ്യരോട് പറയണ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന പിതാവ് ക്രിസ്തുവിനാൽ നമ്മെ വീണ്ടെടുത്തു. ക്രിസ്തു നമ്മുടെ കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ്. അതുപോലെ പിതാവിനാൽ നമുക്ക് വേണ്ടി അയക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള പിതാവായ ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എനിക്കറിയാം, ഞാൻ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അത് ഉറച്ചാൽ മാത്രമേ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പഠിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചാൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാകുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. വെറുതെ പഠിച്ച് കുറെ കാര്യങ്ങൾ തലയിൽ വെച്ചിട്ട് കാര്യമില്ല. അത് താഴോട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട്, നമ്മൾ കാണാതെ പഠിക്കാം, നമുക്ക് വാക്യങ്ങളൊക്കെ കാണാതെ ഒത്തിരി പഠിക്കാം. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ വാക്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അത് ഹൃദയത്തിലോട്ട് നമുക്ക് ദൈവം ഇറക്കി തരും. സത്യമല്ലേ പറയുന്നത്? എത്രത്തോളം ആ ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുന്നത്. അപ്പൊ കൂടുതൽ കേട്ടാലും കുഴപ്പമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തില് ആഞ്ഞു തറയ്ക്കണം, അല്ലെ? അങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു ദൈവികമായ ബന്ധത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇവിടെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം ക്രിസ്തുവിൽ ആരായിരിക്കുന്നു എന്നാണ് പറയുന്നത്. വാട്ട് വി ആർ ഇൻ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഹൂ വി ആർ ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിൽ നാം ആയിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഇത് ഈ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ സമയത്ത് ഒറ്റ വാക്യമായിട്ടാണ് എഴുതിയിരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഇത് പുസ്തകമായപ്പോൾ അത് ഇങ്ങനെ വാക്യങ്ങള് ശകലങ്ങളായിട്ട് നമുക്ക് കുറച്ചെങ്കിലും തന്നു. എന്നാലും നമുക്ക് ഇത് ആദ്യത്തെ 4, 5, 6 വാക്യങ്ങളൊക്കെ ഒരുമിച്ചാണ് കിടക്കുന്നത്, അല്ലെ? അത് ഭയങ്കര അതിമഹത്തായ വലിയ സംഭവങ്ങൾ അതിനകത്തുള്ളത്. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ നമുക്കൊന്ന് അടർത്തി പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ ഞാൻ ഒത്തിരി സ്പീഡാണ് സംസാരിക്കുന്നത്, എനിക്കറിയാം. അത് നോർമലി ഞാൻ സ്പീഡിലാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ കഴിവത് നിർത്തി പറയാനായിട്ട് ശ്രമിക്കാം. സ്പീഡിൽ പറയുവാണെങ്കിൽ ചിലപ്പോൾ 2 3 തവണ പറഞ്ഞെന്നിരിക്കും. അങ്ങനെ നിങ്ങൾ ഗ്രാസ് ചെയ്യണം. അല്ല, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാമല്ലോ. നമ്മൾ ക്രിസ്തുവിൽ ആരാണ്, നമുക്ക് ക്രിസ്തുവിലുള്ള പദവികളാണ് ഈ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയണം നമ്മൾ ആരാണ്, നമ്മൾ രണ്ടാമത്തെ അധ്യായം പറഞ്ഞത് നമ്മൾ പണ്ട് ആരായിരുന്നു. പക്ഷെ ആയിരുന്ന നമ്മളെ അതിക്രമങ്ങളാലും പാപങ്ങളും മരിച്ചവരായിരുന്നു. നമ്മെ ദൈവം ഇത്രയും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് മുമ്പോട്ട് പോകാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ. ഇതിന്റെ ആ വാക്യത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുവാനായിട്ട് കഴിയും. ഈ അനുഗ്രഹങ്ങളുടെ ഒക്കെ സോഴ്സ് എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓൾ ബിലീവേഴ്സ്, നമ്മൾ എല്ലാവരുമാണ് അതിന്റെ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നത്. ഇനി അതിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അത് വാട്ട് കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്സ്? അത് സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്. ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളല്ല, ആത്മീക അനുഗ്രഹങ്ങളാണ്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹെവൻലി ബ്ലെസ്സിങ്സ് ആണ്, സ്വർഗ സ്ഥലങ്ങളിലെ അനുഗ്രഹങ്ങൾ എന്നാ പറയുന്നത്. അതിന്റെ ഏജന്റ് നമുക്ക് ആരാ ഇത് തരുന്നത്? അത് നാം ക്രിസ്തുവിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഒന്നുകൂടെ പറയാം, സോഴ്സ് ദൈവമാണ്, ഒബ്ജക്റ്റ് ഓൾ ബിലീവേഴ്സ് ആണ്, ബ്ലെസ്സിങ്സ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ്, അതിന്റെ ലൊക്കേഷൻ ഹെവൻലി ആണ്, അതുപോലെ തന്നെ അതിന്റെ ഏജന്റ് ജീസസ് ക്രൈസ്റ്റ് ആണ്, കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്കിതെല്ലാം ലഭിക്കുന്നത്. അപ്പം 3-ാം വാക്യത്തിൽ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം വേണ്ടി പൗലോസ് അപ്പോസ്തലൻ
സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. 4-ാം അധ്യായം മുതൽ നമ്മുടെ രക്ഷയുടെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ്, മുൻ നിയമനം, മുൻനിർണയം, വീണ്ടെടുപ്പ്, അതിക്രമങ്ങളുടെ മോചനം, പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നത്, നാം ആ കാല സമ്പൂർണതയിലെ ഒരു വ്യവസ്ഥയ്ക്കായിട്ട് നമ്മെ ആക്കിയിരിക്കുന്നു, ഇതെല്ലാം ഒരു പാക്കേജായിട്ട് ഇങ്ങോട്ട് തന്നിരിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ. മറ്റ് അധ്യായങ്ങൾക്ക് നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കാണുവാനായിട്ട് കഴിയും. അപ്പം ഈ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ എല്ലാ ഉറവിടമായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നാം ഓരോ സമയത്തും ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചെങ്കിലും നമ്മൾ പറയും, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കേണ്ടതിനെ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്ത, അനാദിയിൽ ആരുമില്ലാതിരുന്നപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് നാം മനുഷ്യരെ സൃഷ്ടിക്കുകയും മനുഷ്യൻ പാപം ചെയ്യുകയും ചെയ്യുമെന്ന് ആദിയിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അറിയുന്ന ദൈവം ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും തീരുമാനിച്ചുറപ്പിച്ച്, അത് ദൈവമാണ് അതിന്റെ സോഴ്സിന്റെയൊക്കെ ഉറവിടമെന്ന്, അതിന്റെ സോഴ്സ് എന്ന് പറയുന്ന ഉറവിടമെന്ന് പറയുന്നത്, അത് നടപ്പിലാക്കിയത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അതിന് കാരണമായി നമ്മൾ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. ഈ രക്ഷയുടെ പരിപാടികൾ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും കൂട്ടായ പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പം നാം പാപികളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ ദൈവം തന്റെ നിത്യസ്നേഹത്താൽ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട്, നമ്മെ രക്ഷിക്കാനായിട്ട് കാരണമായി തീർന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആ സ്വർഗീയ താൻ തടവറയിലാണ് ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കേ. ഇത്ര ഭയങ്കര പടയാളികളാൽ കാലും കയ്യും കല്ലപ്പെട്ട അവസ്ഥയില് അത്രത്തോളം സമാധാനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം തന്നെ തെരഞ്ഞെടുത്തതിന്റെ ആ മഹത്വത്തെ പറ്റി പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒന്ന് ആലോചിച്ച് സന്തോഷിക്കാൻ ഏതെങ്കിലും ഒരു വകയുണ്ടോ? തന്നെ ആയിരിക്കത്തല്ല എഴുതുന്നത്, ആരെയുണ്ടെങ്കിലും എഴുതിപ്പിച്ചതായിരിക്കാം. നമ്മൾ ഗലാത്യ ലേഖനം മാത്രം കാണുമ്പോൾ നമ്മൾ പറഞ്ഞ് അത് മുഴുവനായി പൗലോസ് എഴുതിയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. ബാക്കി എല്ലാത്തിന്റെ അവസാനം മാത്രമാണ് പൗലോസ് ആരെയും കൊണ്ടെങ്കിലും പറഞ്ഞെഴുതിപ്പിക്കുന്നത്. കാരണം എഴുതാൻ പോലും സാഹചര്യങ്ങളെ കൈ പോലും അനുവദിക്കാതിരുന്ന സമയത്ത് ഇത്രത്തോളം തന്റെ രക്ഷയെക്കുറിച്ചുള്ള സന്തോഷിക്കാൻ എന്തു വകയുണ്ട്? നമ്മളൊരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ കരയാൻ തുടങ്ങുമല്ലേ? കർത്താവ് ആ പൗലോസ് അപ്പോസ്തലനെ തന്റെ മഹിമയുടെ ആ കൃപയുടെ ആ മഹത്വത്തെ പറ്റി അറിയിച്ചപ്പോൾ തനിക്ക് സന്തോഷിക്കാനും ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാനും കഴിഞ്ഞ തടവറയുടെ നടുവിലിരുന്ന പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്നാ പറഞ്ഞത് അല്ലെ. ഇവിടെ നാം ഒക്കെയും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. പക്ഷെ നാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുന്നു നാം ചിന്തിക്കുക. നാം ഇപ്പോഴീ വചനം കേൾക്കുമ്പോഴെങ്കിലും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നാം എത്രത്തോളം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. സ്പർജൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എ ന്യൂ ഹാർട്ട് ഈസ് ബെറ്റർ ദാൻ എ ന്യൂ കോട്ട്. ഒരു പുതിയ ഉടുപ്പിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ പുതിയ ആ സൃഷ്ടി അല്ലെങ്കിൽ പുതിയ ഹൃദയം എന്നുള്ളത്. നാം പുതിയ ഉടുപ്പുകൾ കിട്ടുമ്പോൾ, പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ, പുതിയ കാറ് കിട്ടുമ്പോൾ, പുതിയ വീട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എത്രയോ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. അപ്പൊ നാം ദൈവിക അനുഗ്രഹങ്ങൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായില്ലെങ്കിൽ, നാം ഈ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ നാം ആരെ പോലെയാ? മൃഗങ്ങളെ പോലെയാ. തിന്നുക,
ആർക്കുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് മൃഗങ്ങൾ ചെയ്യുന്നത് അല്ലെ. ആ ഒരവസ്ഥ മാത്രമേ ഉള്ളൂ ഏത് മനുഷ്യന്റെയും അല്ലെ. അപ്പം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ മറന്നുപോയി. മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്ര എന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ബുദ്ധിയില്ലാത്തവരാണെങ്കിൽ, ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവരാണെങ്കിൽ നാം നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്ര എന്ന് പറയുന്നുണ്ട്. ശരിയായ വാക്യം അതല്ല, ഞാൻ മറന്നുപോയി. ഇപ്പോഴും ഓർത്തിരിക്കുന്ന വാക്യം, പക്ഷെ മറന്നുപോയി. ഇനി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. അപ്പം മൃഗങ്ങളെ പോലെ തിന്നുക കുടിക്കുക തലമുറകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന. അവർ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നവരാണ്. നമ്മെ ക്രിസ്തുവിൽ ആ ലോക സ്ഥാപനത്തുമ്പെ തിരഞ്ഞെടുത്തെങ്കിൽ അന്ത്യയുഗം വരെ കർത്താവിനോടുകൂടെ പാർക്കുവാനാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട നാം എത്രത്തോളം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിനെ സ്തുതിക്കേണ്ടവരാണ്, നന്ദിയുള്ളവരായിരിക്കുന്നു. ഇവിടെ പറയുന്നു നമ്മയും കൂടെ അവിടെ ഉൾപ്പെടുത്തിരിക്കുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം നമ്മെ ക്രിസ്തു, അതിന്റെ നമ്മെ എന്ന് പറഞ്ഞാൽ ഈ വായിക്കുന്ന നാമം പൗലോസ് അപ്പോസ്തലനും അന്നത്തെ എഫേസോസിലെ സഭയും എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ വാഴ്ത്തപ്പെട്ടവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ വാഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ദൈവവും പിതാവും എന്ന് കാണുന്നുണ്ട്. പിതാവും ദൈവവും കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും ദൈവത്തെ പിതാവെന്നാണ് പറയുന്നത്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 27:46 വാക്യം. തന്റെ ക്രൂശിക്കപ്പെട്ട വേളയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് ക്രൂശിലായിരുന്ന സമയം നമുക്ക് പകരക്കാരനായി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലായിരിക്കുമ്പോൾ തന്റെ പിതാവായ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. വായിക്കാം. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബദ്ധാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നർത്ഥം. അപ്പം നമുക്ക് പകരക്കാരനായി തീർന്നപ്പോൾ പിതാവിനെ ദൈവമെന്ന് വിളിച്ചപ്പം നമ്മുടെ സകല ആത്മീയ അനുഗ്രഹത്താലും പിതാവായ ദൈവത്താലും യേശു ക്രിസ്തുവിലാണ് ദൈവം തന്നിരുന്നത്. ഇപ്പൊ ഇവിടെ ദൈവവും പിതാവും എന്ന് പറയുമ്പോൾ ആദ്യം ദൈവം നമുക്ക് ആരായിരുന്നു? ദൈവമായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് ദൈവം സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടിതാവ് എന്ന നിലയിൽ നമുക്ക് ദൈവമായിരുന്നു. ഇപ്പോൾ പിതാവുമാണ്. നമ്മെ ക്രിസ്തുവിലൂടെ വീണ്ടെടുത്ത് നമ്മെ മക്കളാക്കി തീർത്തപ്പോൾ ദൈവം പിതാവായി തീർന്നു. അപ്പോൾ നാം എന്തിനാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? നമ്മെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരുന്ന പിതാവിനെ നാം എപ്പോഴും സ്തുതിക്കുന്നവരായി തന്നെ. നാം മറ്റു മൃഗങ്ങളെ പോലെയോ മനുഷ്യരെ പോലെയോ അങ്ങനെ ജീവിച്ചു പോകാനല്ല, നമ്മെ രക്ഷിച്ച ദൈവത്തെ എപ്പോഴും നമ്മുടെ രക്ഷയ്ക്കായി സ്തുതിക്കണം. ഇനി മുമ്പോട്ട് പോകാം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും സ്വർഗത്തിലെ ഒരനുഗ്രഹമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്വർഗത്തിലെ 2 അനുഗ്രഹമല്ല തന്നിരിക്കുന്നത്. സകല ആത്മീക അനുഗ്രഹത്താലും ആന്തരിച്ചിരിക്കുന്നത്. നമ്മള് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കോണം സമ്പന്നനാണ്. മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, അവൻ അമർത്തിക്കുലുക്കി നമുക്ക് തരുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ഭണ്ഡാരത്തിന് ഒന്നിലും കുറവില്ല. മലാക്കി പുസ്തകത്തിൽ പറയുന്നത് ഭൗതിക അനുഗ്രഹങ്ങളാലും പറയുന്നുണ്ട്, ആകാശത്തിന്റെ കിളിവാതികളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിറയ്ക്കുവാൻ ശക്തിയുള്ള ദൈവം. അപ്പൊ ഇവിടെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു. അപ്പൊ എല്ലാ അനുഗ്രഹം, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഭൗതികം മാത്രമായിരുന്നു. പക്ഷെ ചിലവർക്ക് മാത്രം അത് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ചിലതൊക്കെ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മെ പോലെ അവർക്കാർക്കും അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിശ്വസ്തനും അനുസരണ ഉള്ളവനുമായ ഒരു യഹൂദന് ലഭിച്ചിരുന്നത് ദീർഘായുസ്, വലിയ കുടുംബം, ധാരാളം വിളവ്, അതുപോലെ ശത്രുവിൽ നിന്നുള്ള രക്ഷ എന്നൊക്കെയായിരുന്നു അല്ലെ. പക്ഷെ നമുക്ക് അതിനേക്കാളും വലിയൊരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്ന അവിടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം.
നിങ്ങൾ എടുക്കുന്ന സമയം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഒക്കെ പറയുന്നത് നമുക്ക് ഭൗതിക അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കുമെന്നാ പറയുന്നത്. അത് ആ പഴയ നിയമത്തിന്റെ ആ ഇതിൽ നിന്നുള്ള ആ ഒരു അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ദൈവം നമുക്ക് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ, സ്വർഗ സ്ഥലങ്ങളിലെ അനുഗ്രഹങ്ങളെ നാം ഈ ഭൗതിക, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നാം ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം പോവുകയാണെങ്കിൽ മൃഗങ്ങളെ പോലെ നിർജീവരാണ്. അതല്ല ദൈവം നമ്മളെ ആ ദൈവത്തോടു കൂടെ എന്നും വസിക്കാനായിരിക്കും നമ്മൾ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കാണ് മുമ്പേ പുറകെ പോകേണ്ടത്. ഓക്കെ, ആവർത്തന പുസ്തകം 28:1 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും. ഇപ്പൊ ഇവർക്കെല്ലാം ഇപ്പൊ ഈ പ്രോസ്പെക്റ്റീവ് സ്പീച്ചേഴ്സിനൊക്കെ എന്താ വേണ്ട? കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയൊക്കെയല്ല അനുഗ്രഹിക്കപ്പെടേണ്ടത്. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ നിന്ന് തീർക്കുമാറാക്കും. അവർ ഒരു വഴിയായി നേരെ വഴി 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. നിന്നെ വാലല്ല തലയാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതൊന്നുമല്ല നമ്മളുടെ അനുഗ്രഹം. നമ്മൾക്ക് ക്രിസ്തുവേശുവിൽ വീണ്ടും ജനിച്ചവർക്ക് നൽകപ്പെട്ടതായിരിക്കും സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഈ ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം പഴയ നിയമ വിശുദ്ധന്മാർക്ക് നൽകപ്പെട്ടിരുന്നെങ്കിലും അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതായിരുന്നു. പുതിയ നിയമത്തിലെ ഒരു അനുഗ്രഹങ്ങളും ഈ ലോകം കൊണ്ട് അനുഗ്രഹിക്കുന്ന നശിച്ചു പോകുന്നതല്ലാതെ സ്വർഗീയങ്ങളാണ്. അത് നിത്യമായ അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെയുള്ള ഉന്നതമായ ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ അനുഗ്രഹങ്ങൾ ഏത് അനുഗ്രഹങ്ങളാണ്? അത് സ്വർഗീയ സ്ഥലങ്ങളിലുള്ളതാണ്. ഭൗതിക സ്ഥലങ്ങളിലുള്ള ഭൗമിക അനുഗ്രഹങ്ങളല്ല, സ്വർഗീയ സ്ഥലങ്ങളിലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ ഹെവൻലി ആണ്, സ്വർഗീയ സ്ഥലങ്ങളിലാണ്. അപ്പൊ ഈ സ്വർഗീയ സ്ഥലങ്ങളിൽ നിന്ന് ഈ വാക്യത്തിൽ തന്നെ അല്ലെ, ഈ ലേഖനത്തിൽ തന്നെ 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 5 പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് അത് അതൊന്ന് വായിച്ചു പോകാം. 1:21, 1:3 നമ്മളിപ്പോ വായിച്ചതല്ലേ. 1:21 അത് ക്രിസ്തു ഇരിക്കുന്ന സ്ഥലമാണ് സ്വർഗം എന്നുള്ളത്, സ്വർഗീയ സ്ഥലം. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിൽ ക്രിസ്തുവിനെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇനി 2:7 നാം ഇരിക്കുന്ന സ്ഥലം, നമ്മെ ഇരുത്തിയതാണ്, അത് നമ്മൾ ആദ്യം വായിച്ചതാണ്. ക്രിസ്തുവിൽ നാം ഇന്ന് ഇരിക്കുന്ന സ്ഥലം സ്വർഗീയ സ്ഥലം. നാം ഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിലും ദൈവം നമ്മെ സ്വർഗത്തിലാണ് ആത്മീകമായി, സ്പിരിച്വൽ നമ്മൾ പറയത്തില്ല, സ്പിരിച്വൽ വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാം സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ഇനി അടുത്തത് 3:10 അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവ്, ഞാൻ വായിക്കുന്നില്ല മുഴുവനും. അപ്പൊ അവിടെ ആ നമ്മിൽ അല്ലെങ്കിൽ സഭയിൽ പ്രദർശിക്കപ്പെട്ട ദൈവത്തിന്റെ ജ്ഞാനം ദൂതന്മാർ ദർശിക്കുന്ന സ്ഥലമാണ് സ്വർഗീയ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ക്രിസ്തു ഇരിക്കുന്ന സ്ഥലം, നാം ഇരിക്കുന്ന സ്ഥലം, ദൂതന്മാർ ഇരിക്കുന്ന സ്ഥലം. ഇനി വേറൊരു സംഭവങ്ങളുണ്ട്. 6-ാമത്തെ അധ്യായം 12-ാം വാക്യം, അതെല്ലാവർക്കും കാണാപ്പാടം അറിയുന്ന കാര്യമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടമസേനയോടും അത്രേ. അപ്പം ദൈവം ഭരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ ദൈവീക ഭരണത്തെ എതിർക്കുന്ന സാത്താനും അവിടെ കുറച്ച് സ്ഥലമുണ്ട് അല്ലേ. സ്വർഗസ്ഥലം ഏതൊക്കെയാണ്? ദൈവം ക്രിസ്തു ഇരിക്കുന്ന സ്ഥലം, ദൈവം ഇരിക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ വാഴ്ചയുടെ സ്ഥലം, നാം ഇരിക്കുന്ന സ്ഥലം, ദൂതന്മാർ ഇരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ദൈവ അധികാരത്തോട് എതിർക്കുന്ന സാത്താനും അവിടെ ഒരു സ്ഥലം ഉണ്ട്. അപ്പം ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ നാം എല്ലാവരും അല്ലെങ്കിൽ വിശ്വാസികൾ ഭൂമിയിൽ ആണെങ്കിൽ
ദൈവത്തിന്റെ നമ്മുടെ ആ ഒരു ചിന്തയിൽ നാം ഭൂമിയിലാണെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. നാം ഭൂമിയിലിരിക്കുന്നു എങ്കിലും ദൈവം നമ്മെ അവിടെ പൊസിഷണൽ സയന്റിഫിക്കേഷൻ എന്നാ പറയുന്നത്. അപ്പം ക്രിസ്തുവിൽ നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു സഭ ആകുന്ന നമ്മുടെ കൂട്ടായ്മ അല്ല, ക്രിസ്തുവിലെ വിശ്വാസികളുടെ എല്ലാവരുടെയും കൂട്ടായ്മയല്ല സഭ. സഭയുടെ തലയും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും. അപ്പം ക്രിസ്തു നമ്മുടെ പ്രതിനിധി അല്ലെ. അപ്പൊ ആ ഒരു സഭയുടെ പ്രതിയായി ക്രിസ്തു ആണ്. അവിടെയാണ് നാം ക്രിസ്തുവിലും ആണ്. ഇനി മുമ്പോട്ട് പോകാം. അപ്പം ഇതിന്റെ ഏജന്റ് എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്ന എവിടെയാണ്? ക്രിസ്തുവിലുള്ളവർക്കാണ്. അപ്പൊ ആ ക്രിസ്തുവിലുള്ളവർക്കെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ പൂർത്തീകരിക്കപ്പെട്ട ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗീയ അനുഗ്രഹങ്ങൾ. അല്ല മറ്റു ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം ദൈവം സൃഷ്ടിതാവാകുന്ന നിലയിൽ എല്ലാ സൃഷ്ടിക്കും കൊടുക്കുക. അവൻ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവമാണ് അല്ലെ. അങ്ങനെയാണ് എല്ലാ സൃഷ്ടിതാവും ദൈവം എന്ന നിലയിൽ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നുവെങ്കിലും പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നൽകുന്നത്. ഇൻ ക്രൈസ്റ്റ് എന്നത് ഓരോ വിശ്വാസിയുടെയും ഒരു പദവിയാണ്, ഒരു ഓഹരിയാണ്. നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ആകുന്നത് ആ ക്രിസ്തുവിന്റെ ആ പൂർത്തീകരിക്കപ്പെട്ട കാൽവരി ക്രൂശിലെ ആ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കുന്നത് മൂലമാണ്. അപ്പം ഞാൻ മുമ്പേയും പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, ക്രിസ്തുവിൽ എന്നതിൽ അതിന്റെ പ്രധാന പദമാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഇത് രണ്ട് സത്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, നമുക്ക് ക്രിസ്തുവിലുള്ള ആ സ്ഥാനം നമ്മെ 2:7 പറയുന്നു, നമ്മെ ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുന്നു. രണ്ടാമത്, പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം. നമ്മളെ അവിടെ ഇരുത്തി നാം വാക്ക് ചെയ്യണം. അപ്പോൾ നാം അവിടെ ഇരുത്തിയിരിക്കുന്ന ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ നമ്മെ ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നാം ആ പ്രായോഗിക ജീവിതത്തിൽ ക്രിസ്തുവിനോടുകൂടെ നടക്കണം. അപ്പം പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫില് ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതവുമാണ് ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് മാത്രമല്ല, ആ ഇരുത്തിയ നമ്മെ വിളിച്ചവന്റെ ആ വിളിക്കൊത്തവണ്ണം ആ ക്രിസ്തുവിന്റെ കൃപയോടെ ക്രിസ്തുവിന് അനുരൂപമായുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകണം. ഓക്കെ. അപ്പം ഞാൻ വിശ്വാസിയുടെ സ്ഥാനം പറഞ്ഞു. പക്ഷെ ഒരു മനുഷ്യ ജീവിതത്തിൽ ആകെ 2 സ്ഥാനമാണ് ഉണ്ടായത്. ഏതു മനുഷ്യനും 2 സ്ഥാനമില്ല. ജനിക്കുന്ന എല്ലാവർക്കും ആകെ ഒരു സ്ഥാനമുള്ള ആദമിൽ എന്നൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷെ വീണ്ടെടുക്കപ്പെട്ടവർക്ക് 2 സ്ഥാനമുണ്ട്. നാം ഒന്നാമത് ജനിച്ചപ്പോൾ ആദമിലായിരുന്നു, പക്ഷെ നാം വീണ്ടും ജനിച്ചപ്പോൾ നാം ക്രിസ്തുവിൽ ആയിത്തീർന്നു. അപ്പൊ ആദമിനുള്ളവർക്ക് ഉണ്ടായിരുന്ന ശിക്ഷ എന്ന് പറഞ്ഞ നിത്യ നരകമായിരുന്നെങ്കിൽ ക്രിസ്തുവിലുള്ളവർക്ക് നിത്യ ജീവനാണ് ഉള്ളത്. അപ്പൊ ആ ആദമിലുള്ളവരായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിത്യനാശത്തിലേക്ക് ചെല്ലുന്നതാണ്. പക്ഷെ ഒരു വ്യക്തിയിൽ വിശ്വാസമാറ്റം സംഭവിക്കുമ്പോൾ അപ്പോൾ അവനെ ദൈവം കാണുന്നത് അവൻ എങ്ങനെയായിരുന്നു എന്നതിലല്ല, നാം ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്നതിലല്ല, നാം ക്രിസ്തുവിൽ എങ്ങനെയായിരിക്കുന്നു എന്നതിലാണ്. അപ്പൊ ക്രിസ്തുവിലൂടെ ദൈവം എന്നെ കാണുന്നത് സൂസൻ എന്ന വ്യക്തിയെ അല്ല, ക്രിസ്തുവിലൂടെ ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്നതിലാണ്. അപ്പം ക്രിസ്തുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളൊന്നും കാരണമല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ക്രിസ്തുവിലാക്കി തീർത്ത നമ്മുടെ പ്രവൃത്തി ഒന്നും നിമിത്തമല്ല. നാം ആരായിരിക്കുന്നു എന്തായിരിക്കുന്നു എന്നല്ല. നമ്മളെ നേരത്തെ ദൈവം കണ്ടിരുന്ന ആദമിലാണെങ്കിൽ ഇപ്പോൾ നാം ആദമിലായിരുന്നു എന്ന ചിന്തയിലല്ല ദൈവം കാണുന്നത്, നാം ക്രിസ്തുവിലായിരിക്കുന്നു എന്ന ചിന്തയിലാണ് നമ്മെ ദൈവം കാണുന്നത്. അപ്പൊ ക്രിസ്തുവിലൂടെയാണ് നമ്മെ കാണുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിനാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ശിക്ഷാവിധിയുടെ, അനീതിയുടെ, പാപത്തിന്റെ നമ്മുടെ എല്ലാ ആ എന്താ പറയുന്നത്, ആ അങ്കികളെല്ലാം മാറ്റിയിട്ട്, ആ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം നമുക്ക് വേണ്ടി ദൈവം മാറ്റി ഉടുപ്പിച്ചു. നാം 2 കൊരിന്ത്യർ 5:21 ഇങ്ങനെ പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപികളുടെ അല്ലെങ്കിൽ അകൃത്യങ്ങളിലായിരുന്ന നമ്മുടെ കണക്ക് ബുക്കിൽ ഉണ്ടായിരുന്ന എല്ലാ അനീതിയുടെ കണക്കുകൾ മാത്രമായിരുന്നു, അനീതിയുടെ അങ്കിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആദം പാപം ചെയ്തപ്പോൾ എന്തുവാ, അത്തിയിലയായിരുന്നു കൊണ്ട് മറക്കുക ചെയ്തത്. നമ്മളുടെ ജീവിതത്തിലെല്ലാം പല വിധത്തിലുള്ള അത്തിയിലകളായിരുന്നു. ആ അത്തിയിലകളെല്ലാം മാറ്റിയിട്ട് ദൈവം നമ്മെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചു. അപ്പം പാപി നീതിമാനായി. അപ്പം ആ നാം നീതിമാന്മാരാണോ? നോക്കിയാൽ നാം നീതിമാന്മാരല്ല. ഇപ്പോഴും നാം പഴയ ജോലിയൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ നമ്മെ ദൈവം എങ്ങനെയാ കാണേണ്ടത്? ആ ഭാവിയുടെ ആ ചിന്തയിലല്ലേ കാണേണ്ടത്. പിന്നെ അങ്ങനെയല്ല, ക്രിസ്തുവിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മെ ദൈവം ഇപ്പോഴും കാണുന്ന ആദമിൽ എങ്ങനെയായിരുന്നു എന്ന അവസ്ഥയല്ല, നാം എങ്ങനെയായിരിക്കുന്നു എന്ന അവസ്ഥയില്ല. നമ്മെ ദൈവം കാണുന്നത് ക്രിസ്തുവിലാണ് നമുക്ക് കാണുന്നത് എന്ന് പറഞ്ഞാൽ തന്നെയും എല്ലാത്തിനും ഒരു ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെ അതിനൊരു മറ്റൊരു തലമുണ്ട്. നമുക്ക് എനിക്ക് ഞാൻ പറഞ്ഞു വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. കാരണം എന്നെ കുറെ നാളുകൊണ്ട് കേൾക്കുന്നവരല്ലേ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിലായിരിക്കുന്നു എന്ന അവസ്ഥ പൂർണ്ണമാണ് എങ്കിലും ആ നീതിമാന്മാരായി ദൈവം നമ്മെ പ്രഖ്യാപിച്ചു എങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ അങ്ങനെയുള്ള വിശുദ്ധ ജീവിതത്തിന്റെ അവസ്ഥ ഒരിക്കലും പൂർണ്ണമല്ല. ഒരു ക്രിസ്തുവിൽ നമ്മുടെ നീതിമാൻ എന്ന അവസ്ഥ നാം പൂർണ്ണമായിരിക്കുന്നു, ക്രിസ്തുവിൽ പൂർണ്ണരാണ് എന്ന് ആണെങ്കിലും ഈ നമ്മുടെ ഈ ജീവിതത്തിലെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ അങ്ങനെയുള്ള അവസ്ഥ അപൂർണമാണ്. അത് പൂർണ്ണതയിൽ എത്തിക്കുക എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ക്രിസ്തുവിൽ ദൈവം നമ്മെ നീതിമാന്മാരാക്കി പ്രഖ്യാപിച്ചു, അല്ലെ? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് ദൈവം നമ്മെ ക്രിസ്തുവിൽ മുൻ നിയമിച്ചു. ആ നമ്മെ വിളിച്ചപ്പോൾ നാം ആ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. നാം ക്രിസ്തുവിൽ പൂർണ്ണരാണ്, പൊസിഷണൽ ആണെങ്കിലും രണ്ടാമത് അതിന്റെ മറുപുറം എന്ന് പറയുന്നത് നാം പൂർണ്ണരല്ല ഈ ലോകത്തിൽ. അങ്ങനെയാണെങ്കിൽ നാം ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണം. അതിനാണ് പ്രോഗ്രസീവ് സാന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ആ ക്രിസ്തുവിലുള്ള സ്ഥാനം, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ആ സ്ഥാനം പ്രായോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മുടെ ആ ക്രിസ്തുവിലുള്ള സ്ഥാനത്തിനനുസരിച്ച് ഉയരണം. അപ്പൊ അതൊരു പ്രോഗ്രഷൻ വരണം. സിറ്റ് വാക്ക്, അല്ലെ? അപ്പം നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്, നാം വാക്ക് അക്കോർഡിംഗ് ടു ദ വേ ഓഫ് ഗോഡ്, അല്ലെ? ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നാം നടക്കണം. നമ്മെ വിളിച്ചിരിക്കുന്ന വിശുദ്ധനും ഒത്തവണ്ണം നാം നടക്കണം. അത് സ്വർഗത്തിലെത്തുവോളം അത് അപൂർണമാണ്. അപ്പൊ നാം നമ്മുടെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയും ക്രിസ്തുവിലുള്ള നമ്മുടെ വളർച്ചയും ക്രിസ്തുവിനോട് നാം അനുരൂപതയിലായിരിക്കുന്ന അവസ്ഥയും ഡേ ടു ഡേ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളെ ഇത്രയും നാൾ ദൈവം ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നാം ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ മുതലേ ദൈവം നമ്മെ വിളിച്ചു മക്കളായി തീർന്നപ്പോൾ ഉടനെ ദൈവം നമ്മെ എടുത്തുകൊണ്ടാൽ നാം പുത്രന്റെ അനുരൂപതയിൽ എത്താനായിട്ട് പോകുന്നില്ല. നാം ആ പാപികളായി ജസ്റ്റ് ദൈവമക്കളായി തീർന്ന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മെ ദൈവം കാണേണ്ടത് ക്രിസ്തുവിലാണ് കാണുന്നതെങ്കിലും പുത്രന്റെ അനുരൂപതയിലേക്ക് നാം എത്താനാണ് നമുക്ക് കുറച്ചു കാലം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾക്കൊക്കെയും കുറച്ച് സമയം കൊണ്ടുണ്ട്, ഓക്കെ, നമുക്കൊക്കെയും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില വാക്യങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് പറയുന്നു നാം
പൂർണ്ണരാണ്. ചില സമയത്ത് പറയുന്നു നാം പരിപൂർണതയിലേക്ക് എത്തണം, നമ്മൾ പാപികളായിരുന്നു, നിങ്ങൾ പിന്നെ പാപത്തിന് അടിമപ്പെടരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള 2-3 വാക്യങ്ങൾ നമുക്ക് വായിച്ചു പോകാം. ഓക്കെ. കാരണം നമ്മൾ ദിവസം ബൈബിള് വായിക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡൗട്ട് ഉണ്ടാകാൻ, സംശയം ഉണ്ടാകാവുന്ന അവസ്ഥകൾ ഉണ്ട്. ഓക്കെ. നമ്മൾ പഠിച്ചു പോകുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കണമല്ലോ. 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 10:14, മത്തായി സുവിശേഷം 5:48. ആ വാക്യങ്ങൾ തമ്മിൽ പറയുമ്പോൾ ഇവിടെ ഹീബ്രൂസ് 10:14 പറയുന്നുണ്ട്, നാം സദാകാലത്തേക്കും അവൻ നമുക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പാസ്റ്റ്, കഴിഞ്ഞ കാര്യമാണ് അവിടെ പറയുന്നത്. പക്ഷെ അത് പറയുന്നത് നമുക്ക് ക്രിസ്തുവിലുള്ള പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. നാം ക്രിസ്തുവിൽ ദൈവം എങ്ങനെ കണ്ടു, നമുക്ക് സദാകാലത്തേക്കും ആ പൊസിഷനിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മത്തായി 5:48 നോക്കിയേ. അവിടെ പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ആയിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അപ്പം സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനവും, ഇനി സൽഗുണപൂർണരാകുവീൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രായോഗിക ജീവിതം നാം മെച്ചപ്പെടുത്തണം എന്നാണ് അർത്ഥം. കർത്താവ് നമ്മെ സൽഗുണപൂർണരാക്കി, നാം നമ്മെ ആ പൊസിഷന് അക്കോർഡിംഗ് ടു നമ്മുടെ പൊസിഷൻ നാം ആ സൽഗുണപൂർത്തി ഉള്ളവരാകണം, വർദ്ധിച്ചു വരിക ചെയ്യണം. ഇനി അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. റോമാലേഖനം 6:2, 6:11. 6:2, 6:11. ഓക്കെ. നാം പാപസംബന്ധമായി മരിച്ചവരാണെന്ന് പറയുന്നു. 6:2, 6:11 പറയുന്നു മരിച്ചവർ എന്ന് എണ്ണുവിൻ. വായിക്കാം. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ഞാൻ 2ാമത്തെ വാക്യം ആദ്യം വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്ന മരിച്ചു. ഇനി 6:11, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്ന നിങ്ങളെ തന്നെ എണ്ണുവീൻ. അപ്പൊ ആദ്യത്തെ മരിച്ചവർ എന്ന് പറയുന്നത് നാം പൊസിഷണലാണ്, ക്രിസ്തുവിൽ മരിച്ചവരാണ്. 2ാമത് വരുമ്പോൾ ഈ പ്രാക്ടിക്കൽ ലൈഫിൽ നാം ഈ പാപത്തിന് മരിച്ചവരെപ്പോഴും ആകണം. നമ്മൾ ഓൾറെഡി ക്രിസ്തുവിൽ നമ്മൾ മരിച്ചവരാണ്. ആ മരിച്ചവരെന്ന് എണ്ണുവിൻ. ഡേ ടു ഡേ ലൈഫിൽ നമ്മെ ഇനി പാപം തൊടാൻ പാടില്ല, നാം പാപത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പാടില്ല. പാപത്തിന്റെ ആകർഷണ വല എപ്പോഴും നമുക്കുണ്ട്. പക്ഷേ ഓരോ ആകർഷണം വരുമ്പോഴും, ഓരോ മോഹവും വരുമ്പോഴും, ഓരോ ഇച്ഛ വരുമ്പോഴും നമ്മൾ പറയണം, നാം മരിച്ചവരെന്ന് എണ്ണുവീൻ. ഓരോ ദിവസവും നാം എണ്ണേണ്ട അവസ്ഥയാണ്. ഇനി 1 പത്രോസ് 2:9, 1 പത്രോസ് 1:15. 2:9 ഞാൻ വായിക്കാം. നാം വിശുദ്ധ വംശമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് 1:15 പറയുന്നു നാം വിശുദ്ധരാകുവീൻ എന്ന് പറയുന്നുണ്ട്. വായിക്കാം. 1:29, 1 പത്രോസ് 1:29, സോറി 1 പത്രോസ് 2:9, 1:29 ഇല്ല കേട്ടോ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അപ്പൊ നാം വിശുദ്ധരാണ്. ഇനി 1:15 നോക്കിയേ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണം. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ക്രിസ്തുവിൽ നാം ആ ഒരു പൊസിഷൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ആ പൊസിഷൻ അനുസരിച്ചിട്ട് നാം അതുപോലെയായി
തീരണം. ഒരു ഡോക്ടർ ഒരു എന്താ പറയുന്നത്, ആ MBBS അല്ലെങ്കിൽ ആ ഒരു MD ഡിഗ്രി കിട്ടിയോണ്ട് മാത്രം ഡോക്ടർ ആകില്ല, ഇല്ലല്ലോ. അത് പഠിച്ച് ആ ഡോക്ടറിന് ഒത്തവണ്ണം വളർന്നാൽ മാത്രമേ ഡോക്ടർ ആയി തീരത്തുള്ളൂ അല്ലേ, ഡോക്ടറായിട്ട് എല്ലാവരും അംഗീകരിക്കത്തുള്ളൂ അല്ലേ. അല്ലാത്തവരെ വ്യാജ ഡോക്ടർ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുകയാണ്. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് ദൈവം തന്നതിനനുസരിച്ച് നാം പ്രോഗ്രസ് ചെയ്യണം, മുമ്പോട്ട് പോകണം. ഓക്കെ, അപ്പം ഞാൻ 1 മുതൽ 3 വരെയുള്ള കാര്യം നമ്മെ ദൈവം പഠിപ്പിക്കുകയാണ്. ആ പൊസിഷൻ എന്താണ് പറയുന്നത്, 4 മുതൽ 6 വരെയുള്ള നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് നാം എങ്ങനെയാണെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ആദ്യ പകുതി ഉപദേശം, രണ്ടാം പകുതി നമ്മുടെ ചുമതലയുമാണ്. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗം ഒരു വിശ്വാസിയെ സ്വർഗീയ തലങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു, രണ്ടാമത്തെ ഭാഗം അവനെ അടുക്കളയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ശരിയല്ലേ? അടുക്കളയിൽ നമ്മൾ ഇപ്പോഴും ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒന്നാമത്തെ ഭാഗം സ്വർഗീയ തലങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നു, രണ്ടാമത്തെ ഭാഗം അവനെ അടുക്കളയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇപ്പോഴും നാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദൈവം നമ്മെ അത് രൂപപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുക്കളയിൽ എപ്പോഴും വർക്ക് തുറന്നുകൊണ്ടേ ഇരിക്കത്തല്ലോ. ഓക്കെ, ശരി, മുമ്പോട്ട് പോകാം. അപ്പം ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിച്ചതാണ്. അപ്പൊ നാം ഇപ്പോഴും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാ അല്ലേ. നമ്മൾക്ക് കസ്തൂരി തന്റെ കസ്തൂരി എവിടാന്ന് അറിയത്തില്ല, എന്റെ മണം എവിടാന്ന് അറിയത്തില്ലാത്ത പോലെ നമ്മളും ഉണ്ടെങ്കിലും നാം മിക്കവാറും എപ്പോഴും ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യുന്നതല്ലേ. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടവരാണ്. റോമാലേഖനം 8-ന്റെ 28 മുതൽ 28, 29 പറയുന്നുണ്ട്, ക്രിസ്തുവിൽ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ വായിക്കാം. 28ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം, 29 ഇച്ചിരി ബുദ്ധിമുട്ടാ അറിയാൻ അല്ലെ. ഓക്കെ, എന്നാൽ ദൈവത്തെ, ഇപ്പൊ നമ്മൾ എന്നും കേൾക്കുന്നതുകൊണ്ട് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് എന്താണ് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മെ ഇപ്പോൾ ആ മുന്നിൽ ദൈവം നിയമിച്ചു. അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാ തിരഞ്ഞെടുത്തത്. അപ്പൊ നാം മുൻ നിയമിച്ചു നമ്മളെ എന്തിനാ? നാം ക്രിസ്തുവിന് അനുരൂപമാകുവാനായിട്ട് നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നത്. കൊലോസി ലേഖനം 2:10 ഇങ്ങനെ പറയുന്നു, നാം പരിപൂർണരാ അല്ലെ. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. കൊലോസി ലേഖനം 2:10. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പരിപൂർണരാണോ? അല്ല, ആ പൊസിഷനാണ്. നാം പരിപൂർണരാകണം. അതുപോലെ തന്നെ 2 പത്രോസ് 1:3, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അത് ജീവനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലൊന്നല്ല, ഇത് നിത്യജീവനും നമ്മുടെ ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വലിയൊരു കൃപയാലെ ദൈവം നമ്മെ വീണ്ടെടുത്തു. നമ്മെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മെ നിറച്ചിരിക്കുന്നു. നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ്, മുൻനിർണയം, മുന്നറിവ് കാണുന്നില്ല, നമ്മളത് പിന്നെ പഠിക്കും. പിന്നെ വീണ്ടെടുപ്പ്, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മളെ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ആ ഒരു കാലസമ്പൂർണ്ണത്തിലെ വ്യവസ്ഥയ്ക്കായി നമ്മളെ ആക്കിയിരിക്കുന്നു. അത് മാത്രമല്ല, മറ്റു ലേഖനങ്ങളല്ല, മറ്റ് ചാപ്റ്റേഴ്സിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കൃപയുടെ അത്യന്ത ധനത്തെ കാണുന്നുണ്ട്, നമ്മുടെ സ്വർഗീയ പൗരത്വത്തെ കാണുന്നുണ്ട്, ക്രിസ്തുവിലുള്ള നമ്മുടെ വാസത്തെ കാണുന്നുണ്ട്, ക്രിസ്തുവിന്റെ ദാനത്തിന്റെ ആ ഒത്തവണ്ണമുള്ള കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു. പിന്നെ കർത്താവിന്റെ അമിതബലം നമുക്ക് കാണുന്നുണ്ട്, ദൈവത്തിന്റെ സർവായുധ വർഗം നമുക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ആ തന്നിരിക്കുന്നതെല്ലാം നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നതാണ്, പാസ്റ്റ് ആണ്. നാം ക്രിസ്തുവിലായപ്പോൾ ആ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നാം അനുഗ്രഹിച്ചവർ നമുക്കിതെല്ലാം അനുഭവിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുകയും ചെയ്യണം. അപ്പൊ ഈ ഇവിടെ എന്താ പറയുന്നത്, നാം ഇവിടെ കാണുന്ന ക്രിസ്തുവിൻ സകല ആത്മീക അനുഗ്രഹത്താൽ
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോഴിങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കും, ഇതെന്താ ഈ അനുഗ്രഹത്താൽ എന്ന് പറയുന്ന? അനുഗ്രഹത്താൽ ആ ദൈവത്തിന്റെ കൃപയുടെ വലിയൊരു പാക്കേജ് ആയതുകൊണ്ടായിരിക്കാം അനുഗ്രഹങ്ങൾ എന്ന് പറയാതെ. അതാകുമ്പോൾ ഓരോ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് പറയണ്ടേ, അതുകൊണ്ട് ഒരു വലിയ പാക്കേജ് ആയതുകൊണ്ടായിരിക്കും, എന്റെ ചിന്തയാണ് അതിനെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മളെ നിറച്ചിരിക്കുന്ന പറഞ്ഞ അനുഗ്രഹങ്ങൾ എന്ന് പറയാതെ അനുഗ്രഹത്താലും ഒരു വലിയ പാക്കേജ് ആ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ടൂർ പോകുമ്പോൾ ഒരു പാക്കേജ് തന്നതുപോലെ ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമുക്ക് കൃപയുടെ വലിയൊരു പാക്കേജ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നാം എത്രത്തോളം ദൈവത്തെ സ്തുതിക്കണം അല്ലേ. നാം ഒരു പുതിയൊരു കോട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ഭൗതിക അനുഗ്രഹം കിട്ടുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ നമ്മളുടെ ആ സ്വർഗീയ സ്ഥലങ്ങളിലെ അനുഗ്രഹത്താൽ ദൈവം നമ്മെ നിറച്ചിരിക്കുന്നെങ്കിൽ നാം ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.